0.2 ഹോൾ ഘാതം എക്സ് സമം 0.008 ആയാൽ എക്സിൻ്റെ വില കാണുക. ഈ 0.2നെ നമുക്ക് 2/10 എന്ന് എഴുതാം. 2നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ, അതായത് ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 10ൽ ഒരു പൂജ്യം ഉള്ളത്. അപ്പോൾ ഒരു ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുമ്പോൾ ഈ 0.2 കിട്ടും. അപ്പോൾ 0.2ന് പകരം നമ്മൾ 2/10 എന്നിട്ടു. അതിൻ്റെ കൃതി എക്സ് ഇടുക സമം. അതുപോലെ ഈ 0.008നെ 8/1000 എന്ന് എഴുതാം. 8നെ 1000 കൊണ്ട് ഹരിക്കുക, അതായത് ഒരു സംഖ്യയെ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ 1000ൽ 3 പൂജ്യമാണ്. 3 ദശാംശ സ്ഥാനം ഇങ്ങോട്ട് നീക്കണം. 3 സ്ഥാനം നീക്കുമ്പോൾ ഒരു സ്ഥാനം ഇവിടെ ഉണ്ട്. അപ്പോൾ 2 പൂജ്യം കൂടി ചേർത്താൽ ഇത് കിട്ടും. അപ്പോൾ 0.008നെ നമുക്ക് 8/1000 എന്ന് എഴുതാം. ഈ 2/10 നമുക്ക് വെട്ടിച്ചുരുക്കിയിട്ട് 1/5 എന്ന് എഴുതാം. 2 കൊണ്ട് വെട്ടിച്ചുരുക്കുമ്പോൾ 1/5 ഹോൾ ഘാതം എക്സ് സമം. ഇത് നമുക്ക് 4 കൊണ്ട് വെട്ടിച്ചുരുക്കാം. 4 കൊണ്ട് വെട്ടിച്ചുരുക്കുമ്പോൾ 2 4 8 24 8 ശിഷ്ടം 2 20 5 4 20 ഒരു പൂജ്യം. 1/5 ഹോൾ ഘാതം എക്സ് സമം. ഇത് വീണ്ടും 2 കൊണ്ട് പിടിച്ചെടുക്കാം. 1 2 2 ഇവിടെ 2 കൊണ്ട് പിടിച്ചെടുക്കാവുന്ന പകുതി എടുക്കുക. 250ൻ്റെ പകുതി 125. 1/5 ഹോൾ ഘാതം എക്സ് സമം. ഈ 1നെ നമുക്ക് 1 ക്യൂബ് എന്ന് എഴുതാം. 1 ക്യൂബ് 1 തന്നെയാണ്. 125നെ 5 ക്യൂബ് എന്ന് എഴുതാം. 5ൻ്റെ ക്യൂബ്, അതായത് 5 3 പ്രാവശ്യം ഗുണിച്ചാൽ നമുക്ക് 125 കിട്ടും. 1/5 ഹോൾ ഘാതം എക്സ് സമം. ഇത് അംശത്തിൻ്റെ കൃതി 3 ഛേദത്തിൻ്റെ കൃതി 3. അപ്പം നമുക്ക് പൊതുവായ കൃതിയായിട്ട്, അതായത് 1/5 ഭിന്നസംഖ്യ എഴുതിയിട്ട് അതിന് പൊതുവായിട്ട് ഹോൾ ഘാതം 3 എഴുതിയാൽ മതി. ഇപ്പോൾ ഇതൊരു സമവാക്യമാണ്. ഈ സമവാക്യത്തിൽ ഇരുവശത്തും പാദസംഖ്യകൾ തുല്യമാണ്. അപ്പം കൃതികൾ തുല്യമായിരിക്കും. എക്സിൻ്റെയും 3ൻ്റെയും വില തുല്യം, അതായത് എക്സ് സമം 3.